Hello dear students. അപ്പോൾ മക്കളെ നമ്മുടെ +2 ക്രാഷ് കോഴ്സ് 4-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു. ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ക്ലാസ്സുകൾ 4-ാം തീയതി നൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യൂലേ. നൈറ്റ് 8:30 മണിക്കാണ് നമ്മളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ വെച്ചായിരിക്കും റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രത്യേക ടൈം ടേബിൾ ഉണ്ട്. നമ്മൾ എങ്ങനെ ചെറപറഞ്ഞെടുക്കുകയല്ല ചെയ്യുക. നമ്മൾ ഓരോ ദിവസവും നമ്മൾ കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സിൽ നമ്മൾ ഓർഡറിൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ പ്രകാരമായിരിക്കണം നിങ്ങളുടെ പഠനം ഉണ്ടാവേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം ടേബിൾ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അവൈലബിൾ ആണ്. കമ്മ്യൂണിറ്റി പോസ്റ്റ് മീൻസ് യൂട്യൂബിൻ്റെതല്ല, നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അത് അവൈലബിൾ ആക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്ക് ഉണ്ട്, ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങിക്കുക. ഓക്കെ, സോ എന്താ ടൈം ടേബിൾ, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രോ ഞാൻ കാണിച്ചു തരാം മക്കളെ. നോക്ക്, നമ്മുടെ ആ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ പഠിച്ചാൽ തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്ക്, ലിസൺ, ഇതാ ടൈം ടേബിൾ. ഈ ടൈം ടേബിൾ പ്രകാരം നോക്ക്, 4-ാം തീയതി നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ബുധനാഴ്ചയാണ്, അത് മാത്സ് ആണ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്റർ ആണ്. അതോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ക്ലാസ്സുകൾ. ഓക്കെ, ഇനി നമ്മൾ 5-ാം തീയതിയിലേക്ക് നോക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച അന്ന് കെമിസ്ട്രി ആണ്, സൊല്യൂഷൻസ് ആണ്. പിന്നെ 6-ാം തീയതി വെള്ളിയാഴ്ച ബയോളജി, സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അങ്ങനെ നമ്മൾ എന്താണ് ഓരോ ചാപ്റ്റേഴ്സും ഇങ്ങനെ കവർ ചെയ്ത് പോകും. ഓക്കെ, സോ ലിസൺ. അപ്പോൾ മക്കൾ ചെയ്യേണ്ടത് ഈ ഒരു ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രത്യേക പ്ലാനിങ് ഉണ്ടാക്കുക. ഇത് പ്രകാരം അങ്ങനെ നിങ്ങൾ നല്ല രീതിയിലേക്ക് ഇത് പ്രകാരം ഒന്ന് അങ്ങ് പോയി കഴിഞ്ഞാണ്ടല്ലോ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് മടി വിചാരിക്കാൻ പാടില്ല. ഒരു കാരണവശാലും ഇനി മടി വിചാരിക്കരുത്. ഇനിയെങ്കിലും നിങ്ങൾ മുന്നോട്ടേക്ക് കുതിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ട അവസ്ഥ വരും. കാരണം അവസാനം വെച്ച് ഞാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾക്ക് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ട്. നോക്ക്, നമ്മൾ ഏകദേശം ഫെബ്രുവരി 16-ാം തീയതി, ഫെബ്രുവരി പകുതി ആവുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് റിവിഷൻ അവസാനിക്കുകയാണ്. അതിനുശേഷം ടാർഗറ്റ് പ്രൊവൈഡ് ചെയ്യും, സെക്കൻഡ് സെറ്റ് ഓഫ് റിവിഷൻ പ്രൊവൈഡ് ചെയ്യും. ഈ ഫസ്റ്റ് സെറ്റ് റിവിഷനിലുള്ള കുട്ടികൾക്ക് ആ സെക്കൻഡ് സെറ്റ് റിവിഷൻ അങ്ങ് കിട്ടുമ്പോണ്ടല്ലോ നിങ്ങൾ ഉറപ്പായിട്ടും ടോപ്പ് മാർക്കിലേക്ക് കയറും എന്നുള്ളതിൽ ഒരു സംശയിക്കേണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാരത്തോൺ റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും നിങ്ങളുടെ എക്സാമിൻ്റെ, പബ്ലിക് എക്സാമിൻ്റെ മുൻപായിട്ട്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാം സൂപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല കുട്ടികളായിട്ട് ഇപ്പോഴേ തുടങ്ങി, കുറേ മുന്നേ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് വെച്ച് തുടങ്ങുക എന്നുള്ള ഉദ്ദേശം ആർക്കും ഉണ്ടാവരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യണത്. ഓക്കെ, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക, എല്ലാവരെയും കൂട്ടി വരിക, എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അതിന് നമുക്ക് സമയമല്ല, 4-ാം തീയതിയായി. 4-ാം തീയതി മുതൽ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. യൂട്യൂബ് ചാനൽ വഴിയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പൊളിച്ചടക്കണ്ട. നമുക്ക് വിഷ് യു ഓൾ ദി ബെസ്റ്റ്.